എല്ലാവർക്കും അല്ലൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡൊമിനിക്, ഗെറ്റ്സ് എ ബേബി, വാണ്ടർ തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഒരിക്കേണ്ട ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ്. പുതിയ താരങ്ങളാണ് സിനിമയിൽ അഭിനയിച്ചത്. 2023 സിനിമ റിലീസായത്. ഇപ്പോഴിതാ ഈ സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ആമസോൺ പ്രൈം കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്ന സിനിമ വാങ്ങിച്ചിരിക്കുകയാണ്. ജൂൺ മാസം ലാസ്റ്റ് വീക്കിലായിരിക്കും സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് വേല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഷൈനികം സണ്ണി വെയിനാണ് വേല സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് വേല സിനിമ സ്വന്തമാക്കിയത്. 2023 വേല സിനിമ ഇറങ്ങിയത്. 2 വർഷം കഴിഞ്ഞിട്ടും OTT റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒടുവിൽ ആമസോൺ പ്രൈമാണ് വേല സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ പെട്ടെന്ന് തന്നെ ആമസോൺ പ്രൈമിൽ റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ജൂൺ മാസം 30 വേല സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഫൂട്ടേജ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ഫൂട്ടേജ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. മഞ്ജു വാര്യരാണ് ഫൂട്ടേജ് സിനിമയിലെ നായിക. ഫൂട്ടേജിന് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ടുവെങ്കിലും OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. ആമസോൺ പ്രൈമാണ് ഫൂട്ടേജിന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഈ മാസം ലാസ്റ്റ് വീക്കിലായിരിക്കും ഫൂട്ടേജ് സിനിമ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ്സ് എ ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഉണ്ണിമുകുന്ദൻ നായകനായ ഒരു ഫാമിലി മൂവിയായിരുന്നു ഗെറ്റ്സ് എ ബേബി. മാർക്കോ സിനിമയ്ക്ക് ശേഷം വന്നതുകൊണ്ട് ഒരുപാട് പേര് ഗെറ്റ്സ് എ ബേബിയെ ഏറ്റെടുത്തു. സിനിമയ്ക്ക് അത്യാവശ്യം നല്ല റിപ്പോർട്ടാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. നിഖില വിമലാണ് ഗെറ്റ്സ് എ ബേബിയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT മനോരമ മാക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ഈ വീക്കിൽ സർപ്രൈസ് ആയിട്ട് വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് DNA എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. അസ്കർ, അന്ന റെജി, റായ് ലക്ഷ്മി ഇവരാണ് DNA സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. മനോരമ മാക്സ് ആണ് DNA സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. കമീസൂൺ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ട്. ഈ വീക്കായിരിക്കും DNA സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് മാരിവില്ലിൻ ഗോപുരങ്ങൾ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു ഫാമിലി മൂവിയായിരുന്നു മാരിവില്ലിൻ ഗോപുരങ്ങൾ. പക്ഷേ സിനിമയ്ക്ക് തിയേറ്ററുകളിൽ വിജയിക്കാൻ സാധിച്ചില്ല. വിൻസി, ഇന്ദ്രജിത്ത് തുടങ്ങി ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. സിനിമ റിലീസായിട്ട് വർഷങ്ങളായി. ഇപ്പോഴാണ് സിനിമയുടെ OTT വിറ്റുപോയിരിക്കുന്നത്. ആമസോൺ പ്രൈമാണ് മാരിവില്ലിൻ ഗോപുരത്തിന്റെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ജൂൺ മാസം 28 മുന്നേ ആമസോൺ പ്രൈമിൽ റിലീസാവും. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മമ്മൂട്ടിയുടെ പരാജയപ്പെട്ട സിനിമയാണ് ബസൂക്ക. എന്നാലും ആരാധകർ OTT നോക്കിയിരിക്കുകയാണ്. സിനിമയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത് C5 ആണ്. ഇതുവരെ OTT റിലീസ് ചെയ്ത് വന്നിട്ടില്ല. ജൂൺ 20 പ്രിൻസ് ആൻഡ് ഫാമിലി കഴിഞ്ഞതിന് ശേഷമായിരിക്കും C5ൽ ബസൂക്ക വരുന്നത്. അതായത് ഈ മാസം ലാസ്റ്റ് വീക്കിലായിരിക്കും ബസൂക്ക സിനിമ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് പുണ്യാളൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. അനശ്വര രാജൻ, ബാലു വർഗീസ്, അർജുൻ അശോകനാണ് പുണ്യാള സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു കോമഡി മൂവിയായിരുന്നു. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് എന്ന് സ്വന്തം പുണ്യാളൻ. സിനിമ റിലീസായിട്ട് മാസങ്ങളായി. പുണ്യാളൻ സിനിമയുടെ OTT വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഇപ്പോഴിതാ ജിയോ ഹോട്ട്സ്റ്റാർ പുണ്യാള സിനിമയുടെ OTT വാങ്ങിച്ചെന്ന റിപ്പോർട്ട് കാണാനുണ്ട്. അങ്ങനെയാണെങ്കിൽ ജൂൺ മാസം 28 പുണ്യാളൻ സിനിമ ജിയോ ഹോട്ട്സ്റ്റാറിൽ വരാൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് രാമചന്ദ്രൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നിവിൻ പോളി നായകനായ സിനിമയായിരുന്നു രാമചന്ദ്ര. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് രാമചന്ദ്ര സ്വന്തമാക്കിയത്. ഇപ്പോഴിതാ ഈ സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. 2023 രാമചന്ദ്ര ബോസോണക്ക് എന്ന സിനിമ റിലീസായത്. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും OTT റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒടുവിൽ ആമസോൺ പ്രൈമാണ് രാമചന്ദ്രയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. രാമചന്ദ്ര സിനിമ ഈ മാസം ലാസ്റ്റ് വീക്കിലാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് നടികർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് നടികർ. ടോവിനോ തോമസ് ആണ് സിനിമയിലെ നായകൻ. ഈ സിനിമയുടെ OTT വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. സിനിമ ഒരു കോമഡി ആക്ഷൻ മൂവിയായിരുന്നു. നടികർ സിനിമ ഇപ്പോൾ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. ആമസോൺ പ്രൈം നടികർ സിനിമയുടെ OTT വാങ്ങിച്ചെന്ന റിപ്പോർട്ട് കാണാനുണ്ട്. കൂടുതലും ഈ മാസം ലാസ്റ്റ് ആയിരിക്കും നടികർ സിനിമ റിലീസാവാൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് സർക്കീട്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് സർക്കീട്ട്. ആസിഫ് അലിയാണ് സിനിമയിലെ നായകൻ. ഒരു ചെറിയ കഥയാണ് സിനിമ പറഞ്ഞു പോയത്. ഇപ്പോഴിതാ സർക്കീട്ട് സിനിമയുടെ OTT ആമസോൺ പ്രൈമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ജൂൺ മാസം 28 സർക്കീട്ട് സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാവാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.